സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെ SIT അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിനെ പൂജപ്പുര സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. നമ്മളാരും പ്രതീക്ഷിച്ചില്ല തന്ത്രിയായ കണ്ഠരര് രാജീവ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെടുമെന്ന്. SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ മധ്യേ പലപ്പോഴും എന്നെപ്പോലുള്ളവർ പറയുന്നത് ശബരിമലയിലെ സ്വർണം വിറ്റതിൻ്റെ പണം എങ്ങോട്ടൊക്കെ പോയി, ആരുടെ അക്കൗണ്ടിലൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ സഞ്ചരിച്ച് വന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് ആരെയൊക്കെ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏതായാലും 11 പേരെ, ഈ തന്ത്രി ഉൾപ്പെടെ 11 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തന്ത്രിയുടെ അറസ്റ്റ് അല്പം ഹേസ്റ്റി ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. SITയുടെ ഇതുവരെയുള്ള അന്വേഷണം നന്നായിട്ട് പുരോഗമിച്ചു, നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ചില അറസ്റ്റിൽ അമാന്തിച്ചു എന്നൊക്കെ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നപ്പം അവരെ 1-2 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അത് നമുക്കറിയാം. 2 പേരെ ദേവസ്വം ബോർഡ് അംഗങ്ങളായവരെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്യാൻ അമാന്തിച്ചു. അതിൽ വിജയദാസ് ഒരാളെ ഇപ്പോഴും ആശുപത്രിയിലൊക്കെ ചികിത്സയായതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേപ്പറ്റി വലിയ വിവാദങ്ങൾ വന്നു. ഏതായാലും ജയശ്രീ എന്ന ദേവസ്വം കമ്മീഷണർ അവരെ ഹാജരായി, അവരെ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചാണ് അവർ വന്നത്. എങ്കിലും അവരെ അറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുവരെ എന്ന് കരുതുന്നു. ഏതായാലും അവർ അസുഖബാധിതയാണ്, അവർക്ക് വൃക്കയ്ക്ക് എന്തോ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ അറസ്റ്റ് അല്പം താമസിച്ചാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ശബരിമലയിലെ തന്ത്രിയുടെ അറസ്റ്റ്, അതിന് റിമാൻഡ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ IPC ഇന്ത്യൻ പീനൽ കോഡിലോ അല്ലെങ്കിൽ BNSലോ ഉള്ള കുറ്റങ്ങളൊന്നും അതിൻ്റെ അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ആ രീതി സംസാരിക്കുന്നത്. കാരണം താന്ത്രിക വിധി പാലിക്കാതെയും ആചാര ലംഘനം നടത്തിയുമാണ് തന്ത്രി ഇതിനകത്ത് പ്രതിയാകാൻ കാരണം. അതൊരു ഒഫൻസ് അല്ല, അത് മതപരമായ ചില ചടങ്ങുകളാണ്. മതത്തിനെതിരായിട്ട് ഒരു മതത്തിൻ്റെ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നത് ഒരു കുറ്റകരമല്ല. അവിടെ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ല അങ്ങനെ ഏതെങ്കിലും ഹേമദണ്ഡം പ്രാർത്ഥനയുടെയോ ആചാരത്തിൻ്റെ പേരിൽ ഏൽപ്പിച്ചാൽ അതിനകത്ത് ഇടപെടും പോലീസ്. പക്ഷേ അതല്ലാതെ ആചാരങ്ങളും താന്ത്രിക വിധി പാലിക്കാതെയൊക്കെ ചെയ്യുന്നത് ഒരു ഒഫൻസ് അല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടിനകത്ത് IPC ഒഫൻസ് ഒന്നും പറയാതെ ഈ രീതിയിലുള്ള ലംഘനം പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് മറ്റുള്ളവർ ചെയ്ത മറ്റു പ്രതികളുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങേര് നടത്തിയിട്ടുണ്ടോ? ഇങ്ങേര് ആ തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ശബരിമലയെ മറ്റ് ജീവനക്കാരെ പോലെ തന്നെ ഒരു സബോർഡിനേറ്റോ ആളാണ്. അയാൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ശമ്പളം കൊടുക്കും, അത് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മേലധികാരി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിലുള്ള ദേവസ്വം മന്ത്രിയും തന്നെയാണ്. അവർ പറയുന്നതിന് അപ്പുറത്തോട്ടൊന്നും ശബരിമലയിൽ ഒന്നും നടക്കില്ല. അത് തന്ത്രിയായാലും ആരായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും താന്ത്രിക വിധിപ്രകാരം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാവുന്നല്ലാതെ അവരിനി നടപൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്കതിലൊന്നും കൺട്രോൾ ഇല്ല. കാരണം ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ പ്രൊട്ടക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും തന്നെയാണ്. അങ്ങനെയാണ് അതിൻ്റെ നിയമവശങ്ങളായിട്ട് പോകുന്നത്. അതേസമയത്ത് ശബരിമലയിലെ ആ ദ്വാരപാലകപ്പാളികൾ, അതുപോലെ കട്ടിലപ്പാളികൾ, ഇതൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നതിന് തന്ത്രിയുടെ ഒരു സമ്മതം ആവശ്യമില്ല. അങ്ങനെ മഹസറിലൊന്നും ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആചാര വിധി പ്രകാരം മാത്രമേ അത്
ദ്വാരപാല ശില്പങ്ങളും കട്ടിലപ്പടിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് അദ്ദേഹം അതിന് ചില തന്ത്രങ്ങളും താന്ത്രിക വിധിയുണ്ട്, ആചാരങ്ങളൊക്കെ ചിലത് പാലിക്കാൻ, ചില പൂജകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് തന്നെയാണ് വരുന്നത്. മഗസറിൽ ഒപ്പിട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റ് കുറച്ചുകൂടെ വൈകി മാത്രം വേണ്ടി വന്നാൽ ചെയ്യാമായിരുന്നു. അതേ സമയത്ത് അത് സ്വല്പം ഹേസ്റ്റി ആയിട്ട് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം, തന്ത്രിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പണം ലഭിച്ചിട്ടുണ്ടോ? ഈ ധാരപാല ശില്പങ്ങളും പാളികളും ഒക്കെ വിറ്റതിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ക്രമത്തിൽ കൂടുതൽ പണം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സ്വർണം വാങ്ങിച്ചവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പല അക്കൗണ്ടിൽ കൂടെ കടത്തി ഇങ്ങേർക്ക് എന്തെങ്കിലും പണം ലഭിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ഠരർ രാജീവ് അദ്ദേഹത്തിന് ശബരിമലയിൽ നിന്ന് ശമ്പളം പോലെ പൂജയ്ക്കും മറ്റും കൊടുക്കുന്നു. കണ്ഠരർ രാജീവരും കണ്ഠരർ മോഹനരും ഇവർ രണ്ടുപേരും ശബരിമലയിൽ ഓരോ വർഷം കൂടുമ്പം അവിടുത്തെ തന്ത്രിമാരായിട്ട് വരും, മറ്റേ അത് മാറിക്കൊടുക്കും. ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. 2018 മുതലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ സ്വർണ്ണക്കടത്തിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? പക്ഷെ അങ്ങേര് അറിഞ്ഞ് അവിടുന്ന് ഇത് കൈമാറ്റം ചെയ്തു എന്ന് പറയാനൊക്കില്ല. നട അടച്ച ശേഷം ആയിരിക്കണം അവർ അത് തട്ടിക്കൊണ്ട് പോയത്. അതവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ സ്പെഷ്യൽ ഓഫീസറുണ്ട്, അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ചുമതലയാണ് ശബരിമല അയ്യപ്പൻ്റെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അവിടെ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ. അതിനെ സംബന്ധിച്ച് എല്ലാ തീരുമാനം എടുക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ നടക്കില്ല. അതുകൊണ്ട് ഈ തന്ത്രിയുടെ അറസ്റ്റ് അത് കൃത്യമായ ഒരു അറസ്റ്റിലേക്കാണോ അതോ രാഷ്ട്രീയപരമായി അതിനകത്ത് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നൊക്കെ പലരും സംശയിക്കുന്നത് ന്യായമാണ്. കാരണം അങ്ങേർക്ക് ആവശ്യത്തിനുള്ള വരുമാനം ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ തന്ത്രി പൂജയ്ക്ക് പോവും, നല്ല പണം കിട്ടും. ശബരിമലയിലെ തന്ത്രി ആയതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും എല്ലാ അമ്പലങ്ങളിലും അദ്ദേഹത്തിനെ വിളിക്കും. അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ആ കടത്തിന് കൂട്ടുനിന്ന് അതിൻ്റെ കമ്മീഷൻ അടിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഏതായാലും SITയുടെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവും. ഇതിലപ്പുറം ഉണ്ടോ എന്നറിയത്തില്ല. മറ്റുള്ളവരെ പോലെ 120B ഈ കണ്ഠരരെ കയറ്റി വെക്കാനായിട്ട് കഴിയില്ല. കാരണം ആക്ഷൻ വേണം. ഇദ്ദേഹം അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുകയോ കൂട്ടുനിൽക്കുകയോ മഗസറിൽ ഒപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. മഗസറിൽ ഒപ്പിട്ടിട്ടുമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് SIT ഇങ്ങനെ ഇപ്പം കയറി അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു HT അറസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നത്. കാരണം SITയെ എല്ലാവരും പ്രകീർത്തിച്ചു കൊണ്ടിരുന്ന ഗവൺമെൻറ്റും പബ്ലിക്കും ഈ കൊള്ള പൊഴിക്കാനായിട്ട് കൃത്യമായ ഒരു അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരുന്നു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ കണ്ഠരർ രാജീവരുടെ അറസ്റ്റ് അത് ഈ തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും ഏതെങ്കിലും രീതിയിലുള്ള പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു എവിഡൻസ് വന്ന ശേഷമാണോ എന്ന് നമുക്കറിയില്ല. ആണെങ്കിൽ അത് നിലനിൽക്കും. അല്ലെന്നെങ്കിൽ 13-ാം തീയതി തന്നെ അങ്ങേര് ജാമ്യത്തിന് ആ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 ദിവസം റിമാൻഡ് ചെയ്തെങ്കിലും താൻ നിരപരാധിയാണ്, തനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കോ വേറെ ബിനാമിയായിട്ടോ എവിടെന്നെങ്കിലും പണം ഈ സ്വർണ്ണത്തട്ടിപ്പിൻ്റെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ അത് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് തന്ത്രിക്ക് ജാമ്യം ലഭിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെ ജാമ്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും മറ്റു പ്രതികൾക്ക് അതൊരു ക്ലെയിമായിട്ട് വരും. പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് ആയിട്ടുള്ള പണം മറ്റുള്ളവരെല്ലാവരും കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസിലേക്കൊക്കെ ആ കേസ് പോയത്. വിജിലൻസ് ആംഗിളിലും അവർ പക്ഷേ തന്ത്രിക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് SIT പരിശോധിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ റിമാൻഡിൽ പറയുന്ന താന്ത്രിക അതിൽ അദ്ദേഹം താന്ത്രിക വിധി പാലിക്കാതെ അവിടുത്തെ ധാരപാല ശില്പങ്ങളും പാളികളും ഒക്കെ കൊടുത്തു,
ആചാരലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്നതല്ല. ഇന്ത്യൻ പീനൽ കോഡിലില്ല, അത് അങ്ങനെ ഒരു ഒഫൻസ് ഇല്ല, അത് BNS അങ്ങനെ ഒരു ഒഫൻസ് ഇല്ല. അതുകൊണ്ട് റിമാൻഡിനകത്ത് മറ്റൊന്നും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഇന്നലെ പറയുന്നത് കേട്ടു. എന്തായാലും 13-ാം തീയതി ജാമ്യം, ഇപ്പം റിമാൻഡിൽ പറയുന്ന ആ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ജാമ്യത്തിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് താൻ ദൈവതുല്യം കണക്കാക്കിയവരും ഇതിനകത്തുണ്ട് എന്നാണ്. ആ ദൈവതുല്യരായി കണക്കാക്കിയിരിക്കുന്നത് കണ്ഠരര് രാജീവ് ആണോ അറിയില്ല. ആ വിവരം പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് അറസ്റ്റിന് ശേഷം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ദൈവതുല്യര് വളരെയധികം ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ദൈവതുല്യരായ ശബരിമലയിൽ ഉണ്ടാവാം. പാർട്ടിയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവരെ ദൈവതുല്യരായിട്ട് പലരും കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവതുല്യരെ താൻ മാത്രമല്ല പലരും ഉണ്ട് എന്നാണ് കണ്ഠരര് രാജീവ് പത്രക്കാരോട് പറഞ്ഞത്. എന്തായാലും ഇനി SITയുടെ അന്വേഷണത്തിൽ അറസ്റ്റുകൾ ഇപ്പം 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അറസ്റ്റിലേക്ക് വരും. കാരണം SIT വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരൊക്കെ ഇതിനകത്ത് പണം കൈപ്പറ്റിയോ, അത് മന്ത്രിയായാലും മുൻ മന്ത്രിയായാലും അത് ഇപ്പോഴത്തെ മന്ത്രിയായാലും പണം എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന്, അത് വിദേശത്തൂടെ കറങ്ങി വന്നോ, നാട്ടിൽ നിന്ന് പലരും അക്കൗണ്ടിൽ കൂടെ വന്നോ, അതൊക്കെ ഇനി SIT പരിശോധിക്കേണ്ടി വരും, പരിശോധിക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കെയർ ഓഫിലും പണം ഉപയോഗിച്ചിട്ട്, ശബരിമലയെ സ്വർണ്ണക്കൊള്ളയിൽ കിട്ടിയ പണം ഉപയോഗിച്ചിട്ട് പലരും പല വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസുകൾ വിദേശത്തേക്ക് യാത്ര നടത്തിയതും അതിനുശേഷം കൊട്ടാരം വെച്ചതും കൊട്ടാരം പോലെയുള്ള വീടുകൾ വെച്ചതും വസ്തുക്കൾ വാങ്ങിക്കൊടുത്തതും പലിശയ്ക്ക് കൊടുത്തതുമൊക്കെ തീർച്ചയായിട്ടും എക്സസ് മണിയാണ്. അതുകൊണ്ട് EDയുടെ കേസിൻ്റെ അന്വേഷണവും പിന്നാലെ വരുന്നു. ഇവരുടെ വസ്തുവകകൾ എവിടെ കൊണ്ട് അതൊക്കെ അറ്റാച്ച് ചെയ്യുമെന്നും എന്നാണ് ഞാൻ കരുതുന്നത്.